ഈ മൂവി ജന്മത്ത് കാണില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്പോയിലർ അലേർട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പായിട്ട് മസ്റ്റ് വാച്ച് മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് കേട്ട് ഞാൻ അവസാനം ഇന്ന് 6 മണിയുടെ ഷോനാണ് ബാലൻ കാണാൻ തിയേറ്ററിൽ കയറിയത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. അതായത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതിലത്തെ ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യുന്നത്. കാരണം ചിദംബരമാണ് ഡയറക്ടറെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഈ ഇതിൻ്റെ ട്രെയിലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ആ കുട്ടിയുടെ പോസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ എവിടേക്കോ ടൊവിനോ ഉണ്ടെന്നും എവിടേക്കോ കണ്ട് കേട്ടൊക്കെ അറിഞ്ഞു. അതല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ സൂര്യ ജ്യോതിയൊക്കെ കുറേ സ്റ്റാറ്റസും അവർ മറ്റേ ഇങ്ങനെ റിവ്യൂസിലൊക്കെ തിയേറ്റർ റിവ്യൂസിലൊക്കെ അവർ ഇതിനെ ബാക്കിയുള്ളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കണ്ടിരുന്നു ഞാൻ. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു മൂവിയാണ് എല്ലാ സെലിബ്രിറ്റീസും മേ ബി ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ചെയ്യുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ മൂവി കണ്ടതിന് ശേഷം ഈ ലൂപ്പിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം അതിലത്തെ പാട്ട്, ഓരോ ഫ്രെയിം, അവരുടെ ആക്ടിങ്, അവരുടെ കണ്ണുകൾ, ഇത് രണ്ടും ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലിപ്പോൾ. ഞാൻ ഫുഡ് അതായത് ഇത് അല്ല തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ഈ മൂവിനെ കുറിച്ച് കുറേ അന്വേഷിക്കണം. ഇത് ആരൊക്കെ ചെയ്ത് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരെയൊക്കെ കുറിച്ച് അറിയാൻ ഭയങ്കര തോര. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഫീൽ. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ അറിയാണ്ട് ഇതെന്താ ഇവരാരാ, അഭിനയിച്ചവരാരൊക്കെയാണ്, അങ്ങനെയൊക്കെ വല്ലാത്തൊരു ക്രേസ് ഉണ്ടാക്കി മൂവി. ഇപ്പോൾ ഇനി ഞാൻ ഈ സിനിമ കാണില്ല. കാരണം 1 ടൈം വാച്ചബിളാണ്, എനിക്ക് മതി. ഇനി എനിക്ക് എക്സ്പീരിയൻസ് ഇവിടെ കടന്നു പോകണം. കാരണം ഭയങ്കര ഹെവി മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. നമ്മൾ ഇത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിയേറ്ററിൽ മൂവി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് കൈയടിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് കൈയടിക്കാൻ പറ്റുന്നത് കാരണം ആ ഒരു ഹാങ് ഓവറിൽ ഞാനവിടെ സ്റ്റക്കായിപ്പോയി. എനിക്ക് അവിടുന്ന് അനങ്ങാൻ തോന്നിയില്ല. ആ മൂവി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചത്ത പോലെ ഇരുന്നത് എന്തോ ഭയങ്കര ഒരു അറ്റാക്ഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. നല്ല രീതിയിൽ, ബാഡായിട്ടുള്ളല്ല, വല്ലാത്തൊരു ഓവർവെൽംഡ് ഇമോഷൻ. എന്താ പറയുക, ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു വല്ലാത്ത സൈലൻസ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഫീൽ ചെയ്തു. ഓക്കെ മൂവി കഴിഞ്ഞല്ലേ ഇനി അങ്ങനത്തെ ഒരു ഇത്. അതായത് ഈ സ്റ്റോറി എൻഡ് ചെയ്താലും ഈ കഥാപാത്രങ്ങളെ ഇതൊരു കഥയാണെന്ന് തന്നെ വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം ഇത് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ കൂടെ ഞാനും അവരുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓരോ ഫ്രെയിമിൽ ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഒറിജിനാലിറ്റി എന്നൊന്നും പറഞ്ഞാൽ പോരെ. ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുകയാണോ ഇവരൊക്കെ ജീവിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്തത്. എനിക്ക് ഇവരുടെ പേരുകളൊന്നും എനിക്കറിയില്ല. ബാലനത്തെ ചെക്കൻ്റെ പേരോ അതിലത്തെ ആ അമ്മയുടെ പേരോ അങ്ങനെയൊന്നും അധികം കുറേ ക്യാരക്ടേഴ്സിനൊക്കെ അറിയാം. പക്ഷെ ഇവരുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ഇവരുടെ ആക്ടിങ് നമ്മൾ മറക്കില്ല. ഇവരെ ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു മദറിനെയും ഈ ബോയിനെയും നമ്മളിങ്ങനെ ഓർത്തിരിക്കും. അങ്ങനത്തെ ഒരു ഇത്. ഞാൻ പറയുമ്പോൾ ഹൈപ്പാണ്, ഓവറാക്കി ചളാക്കാന്ന് വിചാരിക്കരുത്. ഇത്തരം ജോണേഴ്സ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇതുപോലത്തെ കഥകളൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ത്രെഡൊക്കെ ഫെമിലിയർ ആണ്. ഞാൻ ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ ത്രെഡ് തന്നെ വല്ലാത്ത രീതിയിൽ ഡയറക്റ്റ്, അതായത് ഓരോ ഫ്രെയിം നമ്മൾ ശരിക്കും അതിലത്തെ ഓരോ സീൻ കാണിക്കുമ്പോൾ ആ സീനിൽ നമ്മളുണ്ട്, അടുത്തെന്താ, അങ്ങനെ ഭയങ്കര ഒരു വെടിയും പോകുകയോ അങ്ങനെയൊന്നുമല്ല. അന്ന് ഉണ്ടാകുന്ന ഓരോ സൗണ്ടിനും നമുക്ക് എഫക്റ്റ് അകത്ത് വരും. അങ്ങനെ ഒരു മൂവി. ഓരോ സൗണ്ടും ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതിലത്തെ ഓരോ സീൻസ് ആണെങ്കിലും നമുക്കത് എഫക്റ്റ് വരും. അത് 100% ഷുവറാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടെ നമ്മൾ കടന്നു പോകുന്നുള്ളത്. ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോറടിച്ചില്ല. ഇൻ്റർവെല്ലിൻ്റെ വരെ ഞാൻ ഇൻ്റർവെല്ലായി തന്നെ ലൈക്ക് 1 അവർ പോയ ഇതേ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ സെക്കൻഡ് ഹാഫും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സ്റ്റോറി ബിൽഡ് ചെയ്ത് വരാണ്, അതും ത്രില്ലിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതായത് നമുക്ക് തോന്നൂല നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു മൂവി കണ്ടാൽ നമ്മുടെ പ്രോബ്ലം പറഞ്ഞ് ഈ ഒരു മൂവിത്തെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇവരുടെ സ്റ്റോറിയിൽ ഇവരുടെ പ്രോബ്ലംസ് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും, ആ ഒരു ഫീലിംഗ് നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യും. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതായത് ആ ലൂപ്പിൽ പെട്ടാൽ പിന്നെ അതിങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു ഫീല്. ഞാൻ കൂടുതൽ പറഞ്ഞതാക്കുന്നത് എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. ആരും എന്നെപ്പോലെ OTT വരാൻ കാണാമെന്ന് വെച്ചാൽ മിസ്സല്ല. ഞാനങ്ങനെ അബദ്ധവശാൽ ഇത് കയ്യിൽ നിന്ന് പോയേനെ. പക്ഷെ ഭാഗ്യത്തിന് എനിക്കിന്ന് കാണാൻ തോന്നി. ആരുടെയൊക്കെയോ കുറേ ചെറപറാന്ന് റീൽസ് ഫീഡിൽ വന്നതിൻ്റെ ഒരു ഇതിൽ ഞാൻ ഓക്കെ ഇന്ന് ബാലൻ പോയി കാണാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി ബുക്ക് ചെയ്തു. അങ്ങനെ കണ്ടു. മിസ്സാക്കരുത്. OTTയിലൊന്നും കാണാൻ നിൽക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. നല്ല വലിയ തിയേറ്റർ, നല്ല അടിപൊളി തിയേറ്റേഴ്സിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗൈസ്, ഈ ടീമിന് ഈ ബാലൻ എന്നുള്ള മൂവി എപ്പോഴും നമ്മുടെ ഒരു
എന്താ പറയുക, ഒരു വല്ലാത്തൊരു മേ ബി ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും മലയാളം സിനിമയിൽ. ചിദംബരം കുറേ മൂവീസ് എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് നെക്സ്റ്റ് ഹിറ്റ് ഓഫ് ചിദംബരം. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എന്നെപ്പോലെ ലൂപ്പിപ്പെടുക. ഓക്കെ.